PSC ബുള്ളറ്റിനിലെ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷനിലെ കറണ്ട് അഫെയർ ആണ് ഇത്. 21 മുതൽ 30 വരെയുള്ള അക്കങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട GK ആണ്. ആദ്യം നമുക്ക് 21 എടുക്കാം. രാഷ്ട്ര നേതാക്കളെ ആദരിക്കുന്നതിനുള്ള ഗൺ സല്യൂട്ടിൽ എത്ര വെടിയാണ് ഉതിർക്കുന്നത്? 21. എത്രാമത്തെ ക്രോമസോം ജോണിയുടെ തകരാറ് മൂലമാണ് മംഗോളിസം ഉണ്ടാകുന്നത്? അത് 21. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവശ്യമായ കുറഞ്ഞ പ്രായം? അതും 21. ശ്വസിക്കുമ്പോൾ അകത്തേക്കെടുക്കുന്ന വായുവിൽ ഓക്സിജൻ എത്ര ശതമാനമാണ്? അതും 21. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനാവശ്യമായ കുറഞ്ഞ പ്രായം എത്രയായിരുന്നു? അത് 21. ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്നതിനും രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുന്നതിനുമിടയിലുള്ള കാലഘട്ടത്തിൻ്റെ ദൈർഘ്യം എത്ര വർഷമായിരുന്നു? അതും 21. കോഴിമുട്ട വിരിയുന്നതിനാവശ്യമായ സാധാരണ സമയം എത്ര ദിവസമാണ്? 21. ഭരണഘടനയുടെ എത്രാമത്തെ വകുപ്പാണ് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത്? ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ അടിത്തറ എന്നറിയപ്പെടുന്ന 21ാമത്തെ വകുപ്പ്. ഔദ്യോഗിക ഭാഷകളുടെ കൂട്ടത്തിൽ സിന്ധിയെ ഉൾപ്പെടുത്തിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 21ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സിന്ധിയെ ഉൾപ്പെടുത്തിയത്. 1975 ആഭ്യന്തര അടിയന്തരാവസ്ഥ എത്ര മാസം നീണ്ടു നിന്നു? അത് 21 മാസം. 2005 ഏപ്രിൽ 1 എത്ര സംസ്ഥാനങ്ങളിലാണ് വാല്യൂ ആഡഡ് ടാക്സ് VAT നിലവിൽ വന്നത്? അതും 21. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കുന്നത് സംബന്ധിച്ച വ്യവസ്ഥ ഏത് ഭരണഘടനാ അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 21ാം ഭരണഘടനാ അനുച്ഛേദത്തിലാണ്. ജനനവും മരണവും എത്ര ദിവസത്തിനുള്ളിലാണ് തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്? അത് 21 ദിവസം. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായത് മൻസൂർ അലി ഖാൻ പട്ടോഡിയാണ്. എത്രാം വയസ്സിലാണ് അദ്ദേഹം ഈ നേട്ടത്തിനുടമയായത്? അതും 21ാമത്തെ വയസ്സ്. ഇന്ത്യയിൽ പുരുഷൻ്റെ കുറഞ്ഞ വിവാഹ പ്രായപരിധി എത്ര വയസ്സാണ്? 21. കേരളത്തിൽ എത്ര റവന്യൂ ഡിവിഷനുകളുണ്ട്? അത് 21. 21 വെച്ചിട്ട് നമുക്ക് ഇത്രയും GK പഠിക്കാം. ഇനി 22. അറസ്റ്റ് ചെയ്യപ്പെടുന്ന പൗരന് അതിൻ്റെ കാരണം അറിയാനുള്ള അവകാശം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 22. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ 24 മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അത് 22. എത്രാമത്തെ വിൻ്റർ ഒളിമ്പിക്സാണ് 2014? 22. ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നുമുള്ള അംഗങ്ങൾ ഉൾപ്പെടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അംഗബലം 22 പേരാണ്. എത്ര വർഷം കൊണ്ടാണ് താജ്മഹലിൻ്റെ പണി പൂർത്തിയായത്? 22 വർഷങ്ങൾ കൊണ്ട്. മനുഷ്യൻ്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം എത്ര? 22 അസ്ഥികൾ. 92ാമത്തെ ഭേദഗതിയോടെ, അത് 2004 92ാം ഭേദഗതി, ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിലെ ഭാഷകൾ എത്ര എണ്ണമായി? 22 ഭാഷകളായി. തുടക്കത്തിൽ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 22 ഭാഗങ്ങൾ. അറസ്റ്റിനും കരുതൽ തടങ്കലിനുമെതിരായ സംരക്ഷണം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം 22. ഹീബ്രു അക്ഷരമാലയിലെ അക്ഷരങ്ങളുടെ എണ്ണം 22. ഇന്ത്യയിൽ എത്രാമത് രൂപം കൊണ്ട സംസ്ഥാനമാണ് സിക്കിം? 22. ക്രിക്കറ്റിൽ പിച്ചിൻ്റെ നീളം എത്ര വാരയാണ്, അല്ലെങ്കിൽ എത്ര യാർഡ്സാണ്? 22. എത്ര ക്യാരറ്റ് സ്വർണ്ണമാണ് 916 ഗോൾഡ് എന്നറിയപ്പെടുന്നത്? 22 ക്യാരറ്റ്. സാധാരണയായി ആഭരണങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് എത്ര ക്യാരറ്റ് സ്വർണ്ണമാണ്? അതും 22 ക്യാരറ്റാണ്. ഇപ്പോൾ 22 വെച്ച് നമ്മൾ ഇത്രയും GK ആണ് പഠിച്ചത്. ഒന്നും കൂടെ പറയാം. അറസ്റ്റ് ചെയ്യപ്പെടുന്ന പൗരന് അതിൻ്റെ കാരണം അറിയാനുള്ള അവകാശം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം 22. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ 24 മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 22. എത്രാമത്തെ വിൻ്റർ ഒളിമ്പിക്സാണ് 2014? 22ാമത്. ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നുമുള്ള അംഗങ്ങൾ ഉൾപ്പെടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അംഗബലം 22. എത്ര വർഷം കൊണ്ടാണ് താജ്മഹലിൻ്റെ പണി പൂർത്തിയായത്? 22. മനുഷ്യൻ്റെ തലയോട്ടിയിൽ അസ്ഥികളുടെ എണ്ണം
92ാമത് ഭേദഗതിയോടെ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിലെ ഭാഷകൾ 22 തുടക്കത്തിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എത്ര ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 22 ഭാഗങ്ങൾ. അറസ്റ്റിനും കരുതൽ തടങ്കലിനുമെതിരായ സംരക്ഷണം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം 22. ഹീബ്രു അക്ഷരമാലയിലെ അക്ഷരങ്ങളുടെ എണ്ണം 22. ഇന്ത്യയിൽ എത്രാമത് രൂപം കൊണ്ട സംസ്ഥാനമാണ് സിക്കിം? 22ാമത് രൂപം കൊണ്ട സംസ്ഥാനമാണ് സിക്കിം. ക്രിക്കറ്റിൽ പിച്ചിൻ്റെ നീളം എത്ര വാരയാണ്? 22 യാർഡ്സാണ്. എത്ര ക്യാരറ്റ് സ്വർണ്ണമാണ് 916 ഗോൾഡ് എന്നറിയപ്പെടുന്നത്? 22 ക്യാരറ്റ്. സാധാരണയായി ആഭരണങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് എത്ര ക്യാരറ്റ് സ്വർണ്ണമാണ്? 22 ക്യാരറ്റ് സ്വർണം. 21, 22 നമ്മൾ പഠിച്ചു. 3 ആ സംഖ്യ വെച്ചുള്ള ജീവിക്കാൻ നമുക്ക് പഠിക്കാം. ഭൂമിയുടെ സാങ്കല്പിക അക്ഷം ലംബത്തിൽ നിന്ന് എത്ര ഡിഗ്രി ചരിഞ്ഞാണ് സ്ഥിതി ചെയ്യുന്നത്? 23 ആൻസർ. ഇനി ജൈനമതത്തിലെ എത്രാമത്തെ തീർത്ഥങ്കരനാണ് പാർശ്വനാഥൻ? 23. പ്രവാചകത്വം ലഭിച്ച ശേഷം മുഹമ്മദ് നബി എത്ര വർഷമാണ് ജീവിച്ചിരുന്നത്? അത് 23. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് വിഭജനത്തോടെ പാകിസ്ഥാന് ലഭിച്ചത്? 23. മനുഷ്യൻ്റെ സിക്താണ്ഡത്തിൽ എത്ര ജോഡി ക്രോമസോമുകൾ ഉണ്ടായിരിക്കും? 23 ജോഡി ക്രോമസോമുകൾ ഉണ്ടായിരിക്കും. മനുഷ്യൻ്റെ ലിംഗകോശങ്ങളിലെ ക്രോമസോം സംഖ്യ 23 ആണ് ഉത്തരം. മനുഷ്യബീജത്തിലെ ക്രോമസോമുകളുടെ എണ്ണം 23. മനുഷ്യകോശത്തിൽ എത്ര ജോഡി ക്രോമസോമുകളാണുള്ളത്? 23 ജോഡി ക്രോമസോമുണ്ട്. ഇന്ത്യയിൽ എത്രാമത് രൂപം കൊണ്ട സംസ്ഥാനമാണ് മിസോറാം? 23ാമത്. എത്ര മുറിവുകളേറ്റാണ് ജൂലിയസ് സീസർ വധിക്കപ്പെട്ടത്? 23 മുറിവുകളേറ്റ്. നിർബന്ധിച്ച് പണിയെടുപ്പിക്കുന്നത് നിരോധിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 23. ഓക്സിജൻ അന്തരീക്ഷ വ്യാപ്തത്തിൻ്റെ 21%. എന്നാൽ ഭാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് എത്ര ശതമാനമാണ്? 23%. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ സാമ്രാജ്യത്തിൽ എത്ര പ്രവിശ്യകളാണ് ഉണ്ടായിരുന്നത്? 23 പ്രവിശ്യകൾ. എത്രാമത്തെ വയസ്സിലാണ് ഗാന്ധിജി ആദ്യമായി ദക്ഷിണാഫ്രിക്കയിൽ പോയത്? 23ാമത്തെ വയസ്സിൽ. 23 കഴിഞ്ഞു. റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ, വീഡിയോ അല്ലേ, നിങ്ങളത് പോസ് ചെയ്തിട്ട് ബാക്ക് അടിച്ചൊന്ന് കേട്ടാൽ പോരെ. ഇനി നമുക്ക് 24. ആമുഖം ഉൾപ്പെടെയുള്ള ഭരണഘടനാ ഭാഗങ്ങൾ ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരം നൽകിയ ഭരണഘടനാ ഭേദഗതി എത്രാമത്തേതാണ്? 24. ശുദ്ധമായ സ്വർണം എത്ര ക്യാരറ്റാണ്? അത് 24 ക്യാരറ്റ്. കഥകളിയിലെ അടിസ്ഥാന മുദ്രകളുടെ എണ്ണം 24. ഒരു രാജ്യത്തിൻ്റെ തീരത്ത് നിന്ന് എത്ര നോട്ടിക്കൽ മൈൽ വരെയുള്ള ദൂരെയുള്ള സമുദ്രഭാഗമാണ് കണ്ടിജിയസ് സോൺ എന്നറിയപ്പെടുന്നത്? അത് 24. ഈജിപ്തിലുണ്ടായിരുന്ന ഹീറോഗ്ലിഫിക്സ് ലിപിയിലെ അടിസ്ഥാന ചിഹ്നങ്ങളുടെ എണ്ണം അത് 24. എത്ര ക്യാരറ്റ് സ്വർണമാണ് തങ്കം? 24 ക്യാരറ്റ് സ്വർണം. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട എത്ര ആർട്ടിക്കിളാണ് ഉണ്ടായിരുന്നത്? 24 ആർട്ടിക്കിളുകളാണ് ഉണ്ടായിരുന്നത്. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ എത്ര മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം? 24 മണിക്കൂറിനുള്ളിൽ ഹാജരാക്കണം. സിനിമയിൽ ഒരു സെക്കൻഡിൽ എത്ര ഫ്രെയിമുകളാണ് കടന്നു പോകുന്നത്? അതും 24. ഇത്രയും പറഞ്ഞതിന് എല്ലാം 24. തീർന്നില്ല, 24 ഇനിയുണ്ട്. മൗലികാവകാശങ്ങൾ അടക്കമുള്ള ഭരണഘടനാ ഭാഗങ്ങൾ ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരം നൽകിയ ഭരണഘടനാ ഭേദഗതി എത്രാമത്തേതാണ്? 24ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. മൗലികാവകാശങ്ങൾ അടക്കമുള്ള ഭരണഘടനാ ഭാഗങ്ങൾ ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരം നൽകിയ ഭരണഘടനാ ഭേദഗതി 24ാമത്തേതാണ്. ഗ്രീക്ക് അക്ഷരമാലയിലെ അക്ഷരങ്ങളുടെ എണ്ണം 24. ഭൂസ്ഥിര ഉപഗ്രഹം ഒരു പ്രാവശ്യം ഭൂമിയെ പ്രദക്ഷിണം ചെയ്യുന്നത് എത്ര മണിക്കൂർ കൊണ്ടാണ്? 24 മണിക്കൂർ. ഭൂസ്ഥിര ഉപഗ്രഹം ഒരു പ്രാവശ്യം ഭൂമിയെ പ്രദക്ഷിണം ചെയ്യുന്നത് 24 മണിക്കൂർ കൊണ്ടാണ്. ജൈനമതത്തിലെ എത്രാമത്തെ തീർത്ഥങ്കരനാണ് മഹാവീരൻ? 24ാമത്തെ തീർത്ഥങ്കരനാണ് മഹാവീരൻ. ജൈനമതത്തിൽ എത്ര തീർത്ഥങ്കരന്മാരാണുള്ളത്? 24 തീർത്ഥങ്കരന്മാരാണുള്ളത്. മനുഷ്യന് എത്ര വാരിയല്ലുകളുണ്ട്? 24 വാരിയല്ല്.
ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന അനുച്ഛേദം 24. അന്താരാഷ്ട്ര ദിനരേഖയുടെ ഇരുവശങ്ങൾ തമ്മിലുള്ള സമയവ്യത്യാസം എത്ര മണിക്കൂറാണ്? 24 മണിക്കൂർ. ദേശീയ ചിഹ്നത്തിലെ അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകളുണ്ട്? 24 ആരക്കാലുകളുണ്ട്. അപ്പോൾ 24 വെച്ച് ഇത്രയും ജനറൽ നോളജിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടി. ഇനി 25ലേക്ക് പോവാം. ഇന്ത്യയിൽ എത്ര ഹൈക്കോടതികളുണ്ട്? 25 ഹൈക്കോടതികളുണ്ട് ഇന്ത്യയിൽ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം മതസ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്ന വകുപ്പ് 25ആണ്. സംസ്ഥാന മുഖ്യമന്ത്രിയാകാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം 25ആണ്. ആരുടെയെങ്കിലും വസ്തു സർക്കാർ ഏറ്റെടുക്കുമ്പോൾ നൽകുന്ന നഷ്ടപരിഹാരത്തെ സംബന്ധിച്ച് കോടതികളിൽ പരാതിപ്പെടാനുണ്ടായിരുന്ന അവകാശം ഇല്ലാതാക്കിയ ഭരണഘടനാ ഭേദഗതി 25ാമത്തേതാണ്. ആരുടെയെങ്കിലും വസ്തു സർക്കാർ ഏറ്റെടുക്കുമ്പോൾ നൽകുന്ന നഷ്ടപരിഹാരത്തെ സംബന്ധിച്ച് കോടതികളിൽ പരാതിപ്പെടാനുണ്ടായിരുന്ന അവകാശം ഇല്ലാതാക്കിയ ഭരണഘടനാ ഭേദഗതി 25ാമത്തേത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ ആവശ്യമായ കുറഞ്ഞ പ്രായവും 25ആണ്. സംസ്ഥാന മുഖ്യമന്ത്രിയാകാൻ ആവശ്യമായ കുറഞ്ഞ പ്രായവും ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ ആവശ്യമായ കുറഞ്ഞ പ്രായവും 25ആണ്. അമേരിക്കയിൽ പ്രതിനിധി സഭാംഗമാകാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം അതും 25ആണ്. 25 ഇനിയുണ്ട്. മനുഷ്യന് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര സെൻറ്റിമീറ്ററാണ്? നികടബിന്ദു 25 സെൻറ്റിമീറ്ററാണ്. ആനയുടെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ എത്രയാണ്? 25 എണ്ണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം 25. സിൽവർ ജൂബിലി ആഘോഷിക്കുന്നത് എത്രാമത്തെ ആനിവേഴ്സറിയിലാണ്? 25ാമത്തെ ആനിവേഴ്സറിയിൽ. അക്വാ റീജിയയിൽ നൈട്രിക് ആസിഡ് എത്ര ശതമാനമാണ്? 25. രാജ്യസഭയുടെ കോറം എത്ര പേരാണ്? രാജ്യസഭയുടെ കോറം 25 പേരാണ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ യൂണിയനിലെ എത്രാമത്തെ സംസ്ഥാനമാണ് ഗോവ? 25ാമത്തെ സംസ്ഥാനം. ഇതും ചോദിച്ചിട്ടുള്ള പണ്ടത്തെ ഏതോ ഡൽഹിക്ക് ചോദിച്ചു, ഓർക്കുന്നില്ല ഏത് ഡൽഹിയായിരുന്നു. ഇന്ത്യൻ യൂണിയനിലെ 25ാമത്തെ സംസ്ഥാനമാണ് ഗോവ. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന ആനുകൂല്യമായ പ്രിവി പേഴ്സസ് നിർത്തലാക്കിയത്? 26. നിർത്തലാക്കിയ പ്രധാനമന്ത്രി ആരാണെന്നറിയാമല്ലോ, ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരയുടെ പേഴ്സിൽ 26 രൂപയുണ്ട്. ഇങ്ങനെയാണ് ഓർത്തിരുന്നത് കോഡ്. അപ്പം 26 വെച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കാം. അതിലിത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന ആനുകൂല്യമായ പ്രിവി പേഴ്സസ് നിർത്തലാക്കിയത്? 26ാം ഭേദഗതിയിലൂടെ. ഇന്ത്യയിലെ 26ാമത് സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഇന്ത്യയിലെ എത്രാമത് സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്? 26ാമത് സംസ്ഥാനം. ഇരുമ്പിൻ്റെ അണുസംഖ്യ 26ആണ്. മാരത്തോൺ എത്ര മൈൽ ദൂരമാണ്? 26 മൈൽ ദൂരം. മനുഷ്യന് പാദത്തിൽ എത്ര അസ്ഥികളാണുള്ളത്? 26 അസ്ഥികളുണ്ട്. തവളയുടെ ക്രോമസോം സംഖ്യ 26. വാൾട്ട് ഡിസ്നിക്ക് ആകെ എത്ര ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്? വാൾട്ട് ഡിസ്നിക്ക് 26 ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്രസഭയുടെ രൂപവൽക്കരണത്തിലെ നാഴികക്കല്ലായ ഐക്യരാഷ്ട്ര പ്രഖ്യാപനത്തിൽ എത്ര രാജ്യങ്ങളാണ് ഒപ്പിട്ടത്? 26 രാജ്യങ്ങളാണ് ഒപ്പിട്ടത്. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എത്ര അക്ഷരങ്ങളുണ്ട്? 26. മനുഷ്യന് നട്ടെല്ലിൽ എത്ര അസ്ഥികളാണുള്ളത്? 26. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, വീഡിയോയുടെ ലെങ്ത്ത് വെറുതെ കൂടണമെന്ന് കരുതിയിട്ടാണ്. ബാക്ക് അടിച്ചൊന്ന് കേട്ടാൽ മതി. ഇനി 27 വെച്ച് നമുക്ക് പഠിക്കാം. മനുഷ്യൻ്റെ കൈപ്പത്തിയിലെ അസ്ഥികളുടെ എണ്ണം 27 എണ്ണമാണ്. ഇന്ത്യൻ ജ്യോതിശാസ്ത്ര പ്രകാരം സോഡിയാക് പ്രതീകങ്ങളുടെ എണ്ണം 27. ചന്ദ്രന് ഒരു പ്രാവശ്യം ഭൂമിയെ വലം വയ്ക്കാൻ ആവശ്യമായ സമയം 27ആണ്. ക്രൈസ്തവരുടെ പുതിയ നിയമത്തിൽ എത്ര പുസ്തകങ്ങളാണുള്ളത്? 27 പുസ്തകം. കേരളത്തിലെ 34 കായലുകളിൽ എത്ര എണ്ണം അഴിയോ പുഴിയോ മൂലം കടലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 27 എണ്ണം. കൊബാൾട്ടിൻ്റെ അണുസംഖ്യ 27ആണ്. ഇന്ത്യയിലെ എത്രാമത്തെ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്? 27ാമത്തെ സംസ്ഥാനം. അതൊക്കെ നീ ചോദിക്കുമെന്ന് തോന്നുന്നില്ല 27ാമത്തെ സംസ്ഥാനം ഏതാണെന്നുള്ളത്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇനി നെൽസൺ മണ്ടേല എത്ര വർഷമാണ് തടവ് അനുഭവിച്ചത്? നെൽസൺ മണ്ടേല 27 വർഷമാണ് തടവ് അനുഭവിച്ചത്. മുഹമ്മദ് നബി തൻ്റെ ജീവിതകാലത്ത് എത്ര യുദ്ധങ്ങളാണ് നയിച്ചത്? 27 യുദ്ധങ്ങൾ നയിച്ചിട്ടുണ്ട് മുഹമ്മദ് നബി. ടെന്നീസ് കോർട്ടിൻ്റെ വീതി എത്ര അടിയാണ്? 27 അടിയാണ്. എത്ര ദിവസം കൊണ്ടാണ് സൂര്യൻ ഒരു കറക്കം പൂർത്തിയാകുന്നത്? 27.27 ആണ്. 27 ഉത്തര ഓപ്ഷനിൽ കാണത്തുള്ളായിരിക്കും. 28
സംഖ്യ 28 വെച്ച് നമുക്ക് കുറച്ച് GK പഠിക്കാം. കേരളത്തിൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന ആദ്യ മന്ത്രിസഭ എത്ര മാസമാണ് ഭരിച്ചത്? 28 ദിവസം. നിക്കലിൻ്റെ അണുസംഖ്യ എത്ര? 28. ഇന്ത്യയിലെ എത്രാമത് സംസ്ഥാനമാണ് ജാർഖണ്ഡ്? 28. ബാസ്ക്കറ്റ്ബോൾ കോർട്ടിൻ്റെ നീളം എത്ര മീറ്ററാണ്? ബാസ്ക്കറ്റ്ബോൾ കോർട്ടിൻ്റെ നീളം 28 മീറ്റർ. 1 ഔൺസ് എത്ര ഗ്രാമാണ്? 28.35 ആണ്. അപ്പോൾ 28 ഗ്രാം എന്ന് പഠിച്ചാൽ മതി. ക്രിക്കറ്റ് സ്റ്റെമ്പിൻ്റെ നീളം എത്ര ഇഞ്ചാണ്? ക്രിക്കറ്റ് സ്റ്റെമ്പിൻ്റെ നീളം 28 ഇഞ്ച്. അറബി ഭാഷയിലെ അക്ഷരങ്ങൾ എത്ര? 28. സൂര്യനിൽ എത്ര ശതമാനമാണ് ഹീലിയം? 28. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകമായ സിലിക്കൺ എത്ര ശതമാനമാണ്? 27%. യൂറോപ്യൻ യൂണിയനിൽ എത്രാമത്തെ അംഗമാണ് ക്രൊയേഷ്യ? 27. ഡബിൾസും സിംഗിൾസും ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ സ്വന്തമാക്കിയ പുരുഷ താരം എന്ന റെക്കോർഡിനുടമയായ റോയി എമേഴ്സൺ എത്ര ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയിട്ടുണ്ട്? 28. ഒരു അമാവാസി കഴിഞ്ഞ് അടുത്ത അമാവാസിയാകുവാൻ എത്ര ദിവസം വേണം? 28. ഒരു മിനിറ്റിൽ എത്ര കിലോമീറ്റർ വേഗത്തിലാണ് ഭ്രമണം ചെയ്യുന്നത്? 28. ഭൂഗോളത്തിൻ്റെ എത്ര ശതമാനമാണ് ഓക്സിജൻ? 28% ഓക്സിജൻ. ഇനി 29. ഐക്യരാഷ്ട്രസഭയിലെ എത്രാമത്തെ അംഗമാണ് ഇന്ത്യ? 29. ഇനി പറയുന്നതൊക്കെ 29 ആൻസർ. ചെമ്പിൻ്റെ അണുസംഖ്യ എത്ര? 29. എത്രാമത്തെ വയസ്സിലാണ് സിദ്ധാർത്ഥൻ ബുദ്ധൻ കൊട്ടാരം വിട്ടിറങ്ങിയത്? എത്രാമത്തെ വയസ്സിലാണ് ബുദ്ധൻ കൊട്ടാരം വിട്ടിറങ്ങിയത്? സിദ്ധാർത്ഥൻ. യഥാർത്ഥ പേരാണ് ബുദ്ധൻ്റെ, സിദ്ധാർത്ഥൻ എന്നുള്ളത്. അത് 29. അപ്പോൾ ഐക്യരാഷ്ട്രസഭയിലെ എത്രാമത്തെ അംഗമാണ് ഇന്ത്യ? 29. ചെമ്പിൻ്റെ അണുസംഖ്യ 29. എത്രാമത്തെ വയസ്സിലാണ് ബുദ്ധൻ കൊട്ടാരം വിട്ടിറങ്ങിയത്? അതും 29. ശനിക്ക് സൂര്യനെ പ്രദക്ഷിണം ചെയ്യാൻ എത്ര ഭൗമവർഷങ്ങൾ ആവശ്യമാണ്? 29 ഭൗമവർഷങ്ങൾ. ചന്ദ്രമാസത്തിലെ ദിവസങ്ങളുടെ എണ്ണം 29 ദിവസങ്ങൾ. സ്റ്റേറ്റിൻ്റെ ആഭിമുഖ്യത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതം, വംശം, ജാതി, ഭാഷ എന്നിവയുടെ പേരിൽ പ്രവേശനം നിഷേധിക്കാൻ പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടന അനുച്ഛേദം? അതും 29. കേരളത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണം 29. 20 ലോക്സഭയിലും 9 രാജ്യസഭയിലും. അങ്ങനെ. ശനിഗ്രഹത്തിന് ഒരു പ്രാവശ്യം സൂര്യനെ പ്രദക്ഷിണം ചെയ്യാൻ എത്ര ഭൗമവർഷങ്ങൾ ആവശ്യമാണ്? 29 ഭൗമവർഷങ്ങൾ ആവശ്യമാണ്. ഭൗമോപരിതലത്തിൽ എത്ര ശതമാനമാണ് കരഭാഗം? 29%. ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ പരിരക്ഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം 29. കേരളത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണം 29. ശനിഗ്രഹത്തിന് ഒരു പ്രാവശ്യം സൂര്യനെ പ്രദക്ഷിണം ചെയ്യാൻ 29 ഭൗമവർഷങ്ങൾ ആവശ്യമാണ്. ഭൗമോപരിതലത്തിൽ 29% കരഭാഗം. ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ പരിരക്ഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 29. എത്രാമത്തെ ഒളിമ്പിക്സാണ് 2012 ബെയ്ജിങ്ങിൽ നടന്നത്? അതും 29 ആൻസർ. 30 വെച്ചിട്ടുള്ളതാണ് ഇനിയുള്ള എല്ലാം. അതായത് രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് 30 വയസ്സാണ്. അമേരിക്കയിൽ സെനറ്റ് അംഗമാകാനുള്ള കുറഞ്ഞ പ്രായവും 30 ആണ്. രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 30. അമേരിക്കയിൽ സെനറ്റ് അംഗമാകാനുള്ള കുറഞ്ഞ പ്രായവും 30. ഭൂമിയുടെ കരഭാഗത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് ഏഷ്യ? 30%. ഇന്ത്യയുടെ പടിഞ്ഞാറ് കിഴക്ക് രേഖാംശങ്ങൾ തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട്? 30. ഇന്ത്യയുടെ പടിഞ്ഞാറ് കിഴക്ക് രേഖാംശങ്ങൾ തമ്മിൽ ഏകദേശം 30 ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട്. ഒരു പ്രദേശത്ത് കുറഞ്ഞത് എത്ര വർഷമായി അനുഭവിക്കുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയാണ് അവിടുത്തെ കാലാവസ്ഥ? ഏറ്റവും കുറഞ്ഞത് 30 വർഷം. ഒരു പ്രദേശത്ത് കുറഞ്ഞത് എത്ര വർഷമായി അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയാണ് അവിടുത്തെ കാലാവസ്ഥ? 30 വർഷത്തെ. എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമായിരുന്നു മാമാങ്കം? 30 ദിവസം. പുഷ്യപൂയം മുതൽ മാഘമകം വരെ എത്ര ദിവസം നീണ്ടു നിന്ന ആഘോഷമായിരുന്നു മാമാങ്കം? 30 ദിവസം. 2 സമയമേഖലകൾ തമ്മിൽ എത്ര മിനിറ്റ് സമയവ്യത്യാസമുണ്ട്? 2 സമയമേഖലകൾ തമ്മിൽ 30 മിനിറ്റ് സമയവ്യത്യാസമുണ്ട്. ഏതോ ഒരു LGS ചോദിച്ചിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ. പാർലമെൻറ്റിലെ ഏറ്റവും വലിയ കമ്മിറ്റിയായ എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയിലെ അംഗങ്ങൾ 30. പാർലമെൻറ്റിലെ ഏറ്റവും വലിയ കമ്മിറ്റി ഏതാണ്? എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി. അതിലെ അംഗങ്ങൾ 30.
ഒരു പ്രദേശത്ത് കുറഞ്ഞത് 30 വർഷമായി അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയാണ് അവിടുത്തെ കാലാവസ്ഥ. 30 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമായിരുന്നു മാമാങ്കം. പുഷ്യപൂയം മുതൽ മാഘമകം വരെ. 2 സമയമേഖലകൾ തമ്മിൽ 30 മിനിറ്റ് സമയവ്യത്യാസമുണ്ട്. പാർലമെൻറ്റിലെ ഏറ്റവും വലിയ കമ്മിറ്റിയായ എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയിലെ അംഗങ്ങൾ 30. നിയമസഭയുടെ ഉപരിസഭയായ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 30. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി 1 മണിക്കൂർ കൊണ്ട് 30 ഡിഗ്രി തിരിയും. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി 1 മണിക്കൂർ കൊണ്ട് എത്ര ഡിഗ്രി തിരിയും? 30 ഡിഗ്രി തിരിയും. വിവരാവകാശ നിയമപ്രകാരം ഇൻഫർമേഷൻ ഓഫീസർക്ക് അപേക്ഷ കൊടുത്താൽ എത്ര ദിവസത്തിനുള്ളിൽ വിവരം ലഭ്യമാക്കണം? 30. വിവരാവകാശ നിയമപ്രകാരം ഇൻഫർമേഷൻ ഓഫീസർക്ക് അപേക്ഷ കൊടുത്താൽ എത്ര ദിവസത്തിനുള്ളിൽ വിവരം ലഭ്യമാക്കണം? 30. 2012 ലണ്ടനിൽ നടന്നത് എത്രാമത്തെ സമ്മർ ഒളിമ്പിക്സ് ആണ്? 30. 2012 ലണ്ടനിൽ നടന്നത് എത്രാമത് സമ്മർ ഒളിമ്പിക്സ് ആണ്? 30. ഓഹരി വിപണി സൂചികയായ BSE സെൻസെക്സിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ എണ്ണം എത്ര? 30. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഓഹരി വിപണി സൂചികയായ BSE സെൻസെക്സിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ എണ്ണം എത്ര? 30. ഗാന്ധിജി ആകെ എത്ര ഉപവാസങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട്? 30. ഗാന്ധിജി ആകെ എത്ര ഉപവാസങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട്? 30. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഓഹരി വിപണി സൂചികയായ BSE സെൻസെക്സിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ എണ്ണം 30. ഗാന്ധിജി ആകെ 30 ഉപവാസങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷനിലെ GK ആണ്. പൊതുവിജ്ഞാന ദർപ്പണം. അതിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഒരു കോട്ടാണ് ആദ്യം. മതമില്ലാത്ത ശാസ്ത്രം മുടന്തനാണ്, ശാസ്ത്രമില്ലാത്ത മതം കുരുടനും. ആരുടേതാണ് ഈ വാക്കുകൾ? ഐൻസ്റ്റീൻ. ചോദിക്കാൻ സാധ്യതയുണ്ട്. മതമില്ലാത്ത ശാസ്ത്രം മുടന്തനാണ്, ശാസ്ത്രമില്ലാത്ത മതം കുരുടനും. ആരുടേതാണ് ഈ വാക്കുകൾ? ഐൻസ്റ്റീൻ്റെ. ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഇനി ബാക്ടീരിയ കണ്ടുപിടിച്ചത് ആരാണ്? ബാക്ടീരിയ കണ്ടുപിടിച്ചത് ലൂവൻ ഹോക്ക്. ബാക്ടീരിയ കണ്ടുപിടിച്ചത് ലൂവൻ ഹോക്ക്. ബ്ലാക്ക് ഷർട്ട്സ് കരിങ്കുപ്പായക്കാർ എന്ന സംഘടന സ്ഥാപിച്ചതാര്? ബെനിറ്റോ മുസോളിനി. ശ്രീ ഭട്ടാരകൻ എന്നും അറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികൾ. ശ്രീ ഭട്ടാരകൻ. മതമില്ലാത്ത ശാസ്ത്രം മുടന്തനാണ്, ശാസ്ത്രമില്ലാത്ത മതം കുരുടനും. ഈ വാക്കുകൾ ഐൻസ്റ്റീൻ്റെതാണ്. ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ബാക്ടീരിയ കണ്ടുപിടിച്ചത് ലൂവൻ ഹോക്ക്. ബ്ലാക്ക് ഷർട്ട്സ് കരിങ്കുപ്പായക്കാർ എന്ന സംഘടന സ്ഥാപിച്ചത് ബെനിറ്റോ മുസോളനി. ശ്രീ ഭട്ടാരകൻ എന്നും അറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികൾ. ഇനി ഇന്ത്യയിൽ ധീരതയ്ക്കുള്ള പരമോന്നത സൈനിക ബഹുമതിയാണ് പരമവീര ചക്രം. ഇന്ത്യയിൽ ധീരതയ്ക്കുള്ള പരമോന്നത സൈനിക ബഹുമതിയാണ് പരമവീര ചക്രം. ഇന്ത്യയിൽ ആദ്യമായി ടെലിവിഷൻ കേന്ദ്രം ആരംഭിച്ച വർഷം 1959. ഇന്ത്യയിൽ ആദ്യമായി ടെലിവിഷൻ കേന്ദ്രം ആരംഭിച്ച വർഷം 1959. ഇന്ത്യയിൽ ഏത് മേഖലയിലാണ് സഹകരണ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ചത്? കാർഷിക കടം. ഇന്ത്യയുടെ ദേശീയഗാനം രചിച്ചത് ടാഗോർ. ഇന്ത്യയുടെ ദേശീയഗാനം രചിച്ചത് ടാഗോർ. ഇനി ആദ്യത്തെ വനിതാ ക്യാബിനറ്റ് മന്ത്രി രാജ്കുമാരി അമൃത് കൗർ. EMS രചിച്ച ആദ്യ പുസ്തകം ജവഹർലാൽ നെഹ്റു. EMS രചിച്ച ആദ്യ പുസ്തകം ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് AO ഹ്യൂം. ഇന്ത്യൻ യൂണിയൻ്റെ ഏറ്റവും തെക്കേ അറ്റം ഇന്ദിരാ പോയിൻ്റാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് എവിടെയാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ബാംഗ്ലൂർ. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് LDCക്ക്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ബംഗളൂരു. ഇനി പ്രസൻറ്റ് ഡയറി രചിച്ചത് ആരാണ്? ജയപ്രകാശ് നാരായണൻ. പ്രസൻറ്റ് ഡയറി രചിച്ചത് ജയപ്രകാശ് നാരായൺ ബ്രൗൺ. മാംഗോ സിറ്റി എന്നറിയപ്പെടുന്നത് സേലം. മുഗൾ ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം 1526 ഒന്നാം പാനിപ്പട്ട് യുദ്ധം. മുഹമ്മദ് നബി ജനിച്ച സ്ഥലം മെക്ക. മൂകാംബിക ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ്? കർണാടകം. മാംഗോ സിറ്റി എന്നറിയപ്പെടുന്നത് സേലം. മുഗൾ ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം 1526 ഒന്നാം പാനിപ്പട്ട് യുദ്ധം. മുഹമ്മദ് നബി ജനിച്ച സ്ഥലം മെക്ക. മൂകാംബിക ക്ഷേത്രം കർണാടകയിലാണ്.
അശോക ചക്രവർത്തിയുടെ തലസ്ഥാനം പാടലീപുത്രം. അശോക ചക്രത്തിലെ ആരക്കാലുകൾ 24. മദർ തെരേസ ജനിച്ച രാജ്യം മാസിഡോണ, മുൻ യൂഗോസ്ലാവിയയിലെ മാസിഡോണിയയിൽ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എവിടെയാണ്? മൈസൂർ. റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. ആരുടെ കൃതിയാണ് കണ്ണുനീർത്തുള്ളി? നാലപ്പാട്ട് നാരായണ മേനോൻ. ആരുടെ കൃതിയാണ്? ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകൾ 4. UN പതാകയിലെ ചിത്രം. ഒലീവ് ശിഖരങ്ങൾക്കിടയിൽ ലോകഭൂപടം. ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകൾ 4. UN പതാകയിലെ ചിത്രം. ഒലീവ് ശിഖരങ്ങൾക്കിടയിൽ ലോകഭൂപടം. ആദ്യത്തെ വള്ളത്തോൾ അവാർഡിന് അർഹനായത്? പാലാ നാരായണൻ നായർ. ആദ്യത്തെ വള്ളത്തോൾ അവാർഡിന് അർഹനായത് പാലാ നാരായണൻ നായർ. ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയായത്? ഇംഗ്ലണ്ട്. ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയായത് ഇംഗ്ലണ്ട്. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ. ഇന്ത്യ ഗേറ്റ് എവിടെയാണ്? ന്യൂഡൽഹി. ഒന്നുകൂടെ വായിക്കാം. ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകൾ 4. UN പതാകയിലെ ചിത്രം. ഒലീവ് ശിഖരങ്ങൾക്കിടയിൽ ലോകഭൂപടം. ആദ്യത്തെ വള്ളത്തോൾ അവാർഡിന് അർഹനായത് പാലാ നാരായണൻ നായർ. ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയായത് ഇംഗ്ലണ്ട്. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ. ഇന്ത്യ ഗേറ്റ് എവിടെയാണ്? ഇന്ത്യ ഗേറ്റ് ന്യൂഡൽഹിയിൽ. ഇന്ത്യ എന്ന പേരിന് നിദാനമായ നദി? സിന്ധു. ഇന്ദുലേഖ രചിച്ചതാര്? O. ചന്തുമേനോൻ. ഇന്ത്യ എന്ന പേരിന് നിദാനമായ നദി സിന്ധു. ഇന്ദുലേഖ രചിച്ചതാര്? O. ചന്തുമേനോൻ. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം? സ്ഫിഗ്മോ മാനോമീറ്റർ. രാമാനുജം ഏത് വിഷയത്തിലായിരുന്നു പ്രസിദ്ധൻ? ഗണിതം. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം സ്ഫിഗ്മോ മാനോമീറ്റർ. രാമാനുജം ഏത് വിഷയത്തിലായിരുന്നു പ്രസിദ്ധൻ? ഗണിതം. രഥോത്സവം നടക്കുന്ന ജഗന്നാഥ ക്ഷേത്രം എവിടെയാണ്? പുരി. രഥോത്സവം നടക്കുന്ന ജഗന്നാഥ ക്ഷേത്രം എവിടെയാണ്? പുരി. ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം? ഹൈഗ്രോമീറ്റർ. ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ. രഥോത്സവം നടക്കുന്ന ജഗന്നാഥ ക്ഷേത്രം എവിടെയാണ്? പുരി. ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ. ഇംഗ്ലണ്ടിൻ്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് കെൻറ്റ്. അപ്പം ഒന്നും കൂടെ പറയാം. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം സ്ഫിഗ്മോ മാനോമീറ്റർ. രാമാനുജം ഏത് വിഷയത്തിലായിരുന്നു പ്രസിദ്ധൻ? ഗണിതം. രഥോത്സവം നടക്കുന്ന ജഗന്നാഥ ക്ഷേത്രം എവിടെയാണ്? പുരിയിൽ. ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ. ഇംഗ്ലണ്ടിൻ്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് കെൻറ്റ്. ഫിലോളജി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാഷ, ലാംഗ്വേജസ്. ഫിലോളജി ഭാഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭ്രാന്താലയം രചിച്ചത് കേശവദേവ്. ഭ്രാന്താലയം രചിച്ചത് കേശവദേവ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് രചിച്ചത് VT ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് രചിച്ചത് VT ഭട്ടതിരിപ്പാട്. 1959 സ്ഥാപിതമായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എവിടെയാണ്? ന്യൂഡൽഹി. 1959 സ്ഥാപിതമായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ന്യൂഡൽഹിയിലാണ്. ഉറൂബിൻ്റെ യഥാർത്ഥ പേര്? PC കുട്ടിക്കൃഷ്ണൻ. ഉറൂബിൻ്റെ യഥാർത്ഥ പേര് PC കുട്ടിക്കൃഷ്ണൻ. ഉമ്മാച്ചു രചിച്ചത് ഉറൂബ്. ഉമ്മാച്ചു രചിച്ചത് ഉറൂബ്. ഭൂട്ടാൻ്റെ തലസ്ഥാനം? തിബു. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രൻ. പ്രസാർ ഭാരതി ആക്ടിനെ കുറിച്ച് പഠിക്കാൻ 1995 നിയോഗിക്കപ്പെട്ട കമ്മിറ്റി സെൻ ഗുപ്ത കമ്മിറ്റി. ട്രക്കോമ എന്തിനെ ബാധിക്കുന്ന അസുഖമാണ്? കണ്ണ്. 1215 ജൂൺ 15 പ്രാധാന്യം എന്താണ്? മാഗ്ന ഒപ്പുവെച്ചു. മാഗ്ന ഒപ്പുവെച്ചെന്നാണ് 1215 ജൂൺ 15. 12, 15 ജൂൺ 5-ാം മാസം 15 അങ്ങനെ ഓർത്താൽ മതി. 1215 ജൂൺ 15. 1776 ജൂലൈ 4 അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. അമേരിക്കൻ ഐക്യനാടുകൾക്ക്. 1939 സെപ്റ്റംബർ 1 പ്രാധാന്യം എന്താണ്? 2-ാം ലോക മഹായുദ്ധം ആരംഭിച്ചു. അർജൻറ്റീന തലസ്ഥാനം ബ്യൂണസ് അയേഴ്സ്. മലമ്പുഴ അണക്കെട്ട് ഏത് ജില്ലയിലാണ്? പാലക്കാട്. മലമ്പുഴ അണക്കെട്ട് പാലക്കാട് ജില്ലയിലാണ്. അവശത അനുഭവിക്കുന്ന തൻ്റെ വിഭാഗത്തിൻ്റെ മോചനത്തിനായി അടിമലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് പൊയ്കയിൽ കുമാരഗുരുദേവൻ. മഹാഭാരതം രചിച്ചത് വ്യാസൻ. മഹായാന ബുദ്ധമതക്കാർ ബുദ്ധനെ കണക്കാക്കിയിരുന്നത് ദൈവമായിട്ടായിരുന്നു. ആൽഗകൾ എവിടെയാണ് കാണപ്പെടുന്നത്? ജലം.
ആൽഗകൾ കാണപ്പെടുന്നത് ജലത്തിൽ. ഇന്ത്യയിൽ സായുധ സേനകളുടെ സുപ്രീം കമാൻഡർ പ്രസിഡൻറ്റ്. ഇന്ത്യയിൽ സായുധ സേനകളുടെ സുപ്രീം കമാൻഡർ പ്രസിഡൻ്റാണ്. ഇന്ത്യയിൽ സ്വർണ്ണം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കർണാടകം. ഇന്ത്യയിൽ സ്വർണ്ണം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കർണാടകം. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായ നിശബ്ദ സിനിമ രാജാ ഹരിശ്ചന്ദ്ര. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായ നിശബ്ദ സിനിമ രാജാ ഹരിശ്ചന്ദ്ര. ആദ്യത്തെ വേദം ഋഗ്വേദ. നമുക്ക് ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് PC മഹാലനോബിസ്. നാരങ്ങയിലോ ഓറഞ്ചിലോ അടങ്ങിയിരിക്കുന്ന അമ്ലം സിട്രിക് അമ്ലം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എവിടെ? ഹൈദരാബാദ്. ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് PC മഹാലനോബിസ്. നാരങ്ങയിലോ ഓറഞ്ചിലോ അടങ്ങിയിരിക്കുന്ന അമ്ലം സിട്രിക് അമ്ലം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എവിടെയാണ്? ഹൈദരാബാദ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി എവിടെയാണ്? പനാജി. പനാജി എവിടെ? ഗോവയിൽ. നാഷണൽ ഡിഫൻസ് അക്കാഡമി എവിടെയാണ്? കടക് വാസല. ന്യൂമിസ്മാറ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? നാണയം. പട്ട്, കളിമൺ പാത്രങ്ങൾ എന്നിവ ആദ്യമായി ഉപയോഗിച്ച രാജ്യം ചൈനയാണ്. പറങ്കിപ്പടയാളി രചിച്ചത് സർദാർ KM പണിക്കർ. പിറവി എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ഷാജി കരുൺ. പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനം ഗട്ടേഷൻ. പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനം ഗട്ടേഷൻ. പട്ട്, കളിമൺ പാത്രങ്ങൾ എന്നിവ ആദ്യമായി ഉപയോഗിച്ച രാജ്യം ചൈനയാണ്. പറങ്കിപ്പടയാളി രചിച്ചത് സർദാർ KM പണിക്കർ. പിറവി എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ഷാജി കരുൺ. പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനം ഗട്ടേഷൻ. പുരാണപ്രകാരം കേരളത്തെ കടൽ മാറ്റി സൃഷ്ടിച്ചത് പരശുരാമൻ. ഫാക്ടം ഫോഴ്സിൻ്റെ രാസനാമം അമോണിയം കാർബണേറ്റ്. ഫാക്ടം ഫോഴ്സിൻ്റെ രാസനാമം അമോണിയം കാർബണേറ്റ്. ഫിലിപ്പൈൻസിൻ്റെ തലസ്ഥാനം മനില. ബച്ചാവത്ത് റിപ്പോർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പത്രപ്രവർത്തകരുടെ വേതനം. ബച്ചാവത്ത് റിപ്പോർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പത്രപ്രവർത്തകരുടെ വേതനം. ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന വൻകര അന്റാർട്ടിക്കയാണ്. ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്കയാണ്.